നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എക്സ്റ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് 21/11/2025 ഈ ഒരു ഭാഗത്ത് വന്ന് അന്ന് ഞാൻ വെളുപ്പിനെ ഒരു 2 മണിക്ക് ഇവിടെ വന്ന് കടന്നിട്ട് ഇവിടെ കടന്നേച്ച് നേരം വെളുക്കുന്നത് വരെ കാത്തിരുന്നിട്ട് ഈ ഒരു ഭാഗത്തെ കാഴ്ചകളും പിന്നെ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കൊമ്മാടി ഭാഗത്തെയും കുറച്ച് കാഴ്ചകളുമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഡ്രോൺ ഇട്ട് വട്ടം കറക്കി നിങ്ങൾക്ക് ആകെ കിളി പോയി എന്നെനിക്കറിയാം. സത്യത്തിൽ തന്നെ ഈ ഒരു നാട്ടിലുള്ളവർക്ക് തന്നെ ആ ഒരു വീഡിയോ കാണുമ്പം ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ പിന്നെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അത് കാണുമ്പോൾ തന്നെ എങ്ങോട്ടൊക്കെയാണ് പറത്തുന്നതെന്ന് പോലും ഒരു പിടിയും കിട്ടത്തില്ല. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, ഏത് ഡയറക്ഷനിലോട്ടൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ പോട്ടെ, അത് കഴിഞ്ഞ കഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ചേർത്തല എക്സ്റ ജംഗ്ഷൻ മുതൽ ഒരൊറ്റ പോക്കാണ് നമ്മൾ നേരെ കൊമ്മാടി, ആലപ്പുഴ ബൈപ്പാസിൻ്റെ കൊമ്മാടി ഭാഗത്ത് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോയ്ക്കകത്ത് സ്കിപ്പ് ചെയ്യാതെ വേണേ കണ്ടോണം. നമ്മളെങ്ങും നിർത്തി കട്ട് ചെയ്ത് കളയുന്നില്ല. പണി നടക്കാത്ത ഭാഗവും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉണ്ട്. KCC ബിൽക്കോണാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് സ്ഥലത്തൊക്കെ പണി പുരോഗമിക്കുന്നുണ്ട്, കുറച്ച് സ്ഥലത്ത് ഇനിയും പണി പുരോഗമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇടയ്ക്ക് പണി നടക്കാത്ത സ്ഥലം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ എവിടെയാണ്, തിരുവിഴ, മൈത്തറ, കണിച്ചുകുളങ്ങര ഭാഗത്ത്, SN കോളേജ് വരുന്ന ഭാഗത്ത്, കളിത്തട്ട്, ആ ഒരു ഭാഗത്തൊന്നും പിന്നെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ചേർത്തലയിൽ നിന്നും വീഡിയോ ആലപ്പുഴ ബൈപ്പാസിലോട്ട് എടുക്കുമ്പം ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളാണ്, നേരെ ഒരൊറ്റ പോക്കാണ്, നേരെ ഒറ്റ ലൈനിൽ ഒരു പോക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. റോഡും അതേപോലെ തന്നെയാണ് കിടക്കുന്നത്, ഒരു വലിയ വളവുകളോ ഒന്നുമില്ല. നമ്മളിപ്പം 11 മൈൽ ഭാഗം അടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സ്ഥലങ്ങൾ മിസ്സായിട്ടുണ്ട്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചേർത്തലയിലെ എക്സ്റ ജംഗ്ഷൻ്റെയൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. കുറേയൊക്കെ പണികൾ പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ 11 മൈൽ ഭാഗത്തായിട്ട് എത്തുമ്പോൾ പഴയ റോഡ് പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ വാരിക്കൊണ്ട് പോയിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റ്. ഇനി 2 സൈഡിലും ചെറിയ അറിവാൾ ബ്ലോക്ക് വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് ഇനി നടക്കാൻ പോകുന്നത്. 11 മൈൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോകുമ്പം വലത് ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചുവന്ന മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല മുമ്പോട്ട് പോകുമ്പം റിട്ടൈനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞതാണ്. പെട്ടെന്ന് തന്നെയായിരുന്നു സർവീസ് റോഡിൻ്റെ നിർമ്മാണം അവിടെ ഇടത് ഭാഗത്തായിട്ട് പൂർത്തിയാക്കിയത്. ഇനി വലത് ഭാഗത്തായിട്ട് പൂർത്തിയാവാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ചുമന്ന മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയ റോഡിൻ്റെ പകുതിയോളം ഭാഗം അവർ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. അതവിടെ നിന്ന് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇപ്പം തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലോട്ടും പിന്നെ എറണാകുളം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ പഴയ റോഡിൻ്റെ ഒരു പകുതിയോളം ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്ത് വീണ്ടും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കുറേയൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തിയെടുക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുത്ത ദിവസം 14/12/2025 ഞായറാഴ്ച രാവിലെ 7:45 വീഡിയോ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ വളരെ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. വെളുപ്പിലെ 4 മണിക്ക് എഴുന്നേറ്റ് കരുനാഗപ്പള്ളിയിൽ നിന്ന് 2 പേര് ഈ തണുപ്പ് കാലത്ത്, ഡിസംബറിൻ്റെ തണുപ്പ്, കിടുകിടാ വരയ്ക്കുന്ന തണുപ്പ് കാലത്ത് നമ്മൾ ചേർത്തല വരെ വന്നിട്ട് വെളുപ്പാങ്കാലത്ത് ഇവിടെ വരെ എത്തി കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. ഒരു ലൈക്കെങ്കിലും ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണരുത്, ദൈവകോപം ഉണ്ടാവും. നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ 11 മൈൽ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ തിരുവിഴ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പിന്നെ ഒരു അണ്ടർപാസ് ഇവിടെയാണ്. ഇവിടെയൊക്കെ പഴയ റോഡ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മെഷീനും ആ ഒരു ഭാഗത്തായിട്ടുണ്ട്. കുറേയൊക്കെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരുവിഴ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. തിരുവിഴ ഭാഗത്തായിട്ട് എത്തുമ്പോൾ അണ്ടർപാസിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയ വാൾ ബ്ലോക്ക് കൊണ്ടുവന്ന്
എടുത്തു വെച്ചിട്ടുണ്ട്. തിരുവിഴ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിച്ചുകുളങ്ങര ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് പിന്നെ കുറേ പണി ഈ ഒരു ഭാഗം തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോകുമ്പം ഒരു 3 വരിക്ക് വേണ്ടിയിട്ടുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നമുക്ക് ഇടത് ഭാഗത്തായിട്ടാണ് മണ്ണിട്ട് നികത്തിയെടുത്തതിന് ശേഷം GSB ഇട്ട് നികത്തിക്കൊണ്ടിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുമ്പുള്ള വീഡിയോ കണ്ടിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തെ പണിയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ കൂടി പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറേ ഈ ഒരു ഭാഗത്തായിട്ട് മിറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുണ്ട്. വലത്ത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നീളത്തിലായിട്ട് തന്നെ ആ ഒരു ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിളക്കിക്കൊണ്ടുള്ള പണിയും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരുവിഴ കഴിഞ്ഞേച്ച് കണിച്ചുകുളങ്ങര ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. കണിച്ചുകുളങ്ങര ഭാഗത്തായിട്ട് തന്നെ പിന്നെ ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു അണ്ടർപാസാണ് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അതിനെ ചുറ്റിയാണ് സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. ഇവിടുന്ന് പിന്നെ നമുക്ക് നേരെ മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഭാഗത്തായിട്ട് കുറച്ച് പണി നടക്കുന്നുണ്ട്. ചില സ്ഥലത്തായിട്ട് പണികൾ പിന്നെയും പുരോഗമിക്കാനായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലതു ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിയും ഒരുപാട് പുരോഗമിക്കാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള ചെറിയ ആ ഒരു പീസ്, അതായത് റെഡിമെയ്ഡായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പീസുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം കൂടുതൽ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ പണിയും, അതായത് ഡ്രൈനേജിൻ്റെ പണിയും നടക്കാനുള്ള ഭാഗത്തായിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്നാണ് കരുതുന്നത്. അപ്പോൾ പിന്നെ കോൺക്രീറ്റ് ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിറക്കി ഇൻ്റർലോക്ക് പണിയുടെ കൂട്ടാണ് എടുത്തെടുത്ത് വെച്ച് പോവുക, അതിൻ്റെ മുകളിൽ പിന്നെ ക്ലോസ് ചെയ്ത് പോവുക എന്നുള്ള പണിയാണുള്ളത്. നമ്മൾ നേരെ ഇനി വരുന്നത് കണിച്ചുകുളങ്ങര കഴിഞ്ഞ് SN കോളേജ് ഭാഗം കഴിഞ്ഞ് വെച്ച് പിന്നെ നേരെ കഞ്ഞിക്കുഴി ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് കുറച്ച് നാളിന് മുമ്പേ ഒരു ഇച്ചിരിയോളം സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ പുരോഗമിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലെയും ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചതെന്ന് പറയാം. അല്ലാതെ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വേറെ പണിയൊന്നുമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ചെറിയ വാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് AS കനാൽ കടന്നു പോകുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പണ്ട് കാലത്ത് ആലപ്പുഴയിൽ നിന്നും ചേർത്തല ഭാഗത്തേക്ക് ജലമാർഗം സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കനാലായിരുന്നു. ഇപ്പോൾ അത് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുനർനിർമ്മാണം ചെയ്യുമ്പം 6 വരിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടും പാലവും പിന്നെ 6 വരിപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണവും ആ ഒരു ഭാഗത്തായിട്ട് നടക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അപ്ഡേറ്റ് ഇനി എന്താകുമെന്നുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് തന്നെ, ആ ഒരു കനാലിൽ കടന്നു പോകുന്ന ഭാഗത്തായിട്ട് തന്നെ അവർ പണിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് അവർ പൈല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കവാറും പാലത്തിൻ്റെ നിർമ്മാണം നടക്കാനാണ് ആ ഒരു ഭാഗത്ത് സാധ്യതയുള്ളത്. ഇനിയും വരും ദിവസങ്ങളിൽ നമുക്കതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മളിപ്പം SL പുരം കഞ്ഞിക്കുഴി കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. അവിടുത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണവും കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ 2 സൈഡിലും ഈ ഒരു ഭാഗത്തും സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് നീളത്തിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നേരെ വരുന്നത് കളിത്തട്ട് ഭാഗത്തേക്കാണ് വരുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു SL പുരം കഞ്ഞിക്കുഴി കഴിഞ്ഞേച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ലോഡ് കണക്കിന് ഈ പറഞ്ഞ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള സാധനം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇറക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം കുറേ ലോഡ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. നമുക്കിവിടെ വലതുഭാഗത്തും 2 സൈഡിലും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിക്കാനുണ്ട്. ഒരു സൈഡിൽ വലതുഭാഗത്തായിട്ട് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനായിട്ട് കാണുന്നുണ്ട്. അത്രയും ലോഡ് ഈ ഒരു സാധനം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി നേരെ വരുന്നത് വളവനാട് ഭാഗത്തേക്കാണ് വരുന്നത്. പിന്നെ അവിടെയാണ് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണവും ആ ഒരു ഭാഗത്തായിട്ടാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇനിയും പണികൾ പുരോഗമിക്കാനായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇപ്പം ഇടതുഭാഗത്തായിട്ട് മാത്രമായിട്ടാണ് ഡ്രൈനേജിൻ്റെ പണി കുറച്ച്
കഴിഞ്ഞിരിക്കുന്നത്. വലതുഭാഗത്ത് ഇനിയും പണികളൊക്കെ പുരോഗമിക്കാനുണ്ട്. പഴയ പോസ്റ്റൊക്കെ എടുത്ത് മാറ്റാനായിട്ട് ബാക്കി കാണുന്നുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ റെഡിയാക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പം ഇനി പണി ഫാസ്റ്റാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരുപാട് ലോഡ് താണ്ട് ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള ചെറിയ പീസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ വരെ പിന്നെ പഴയ റോഡിൽ കൂടിയായിരുന്നു യാത്ര. അത് കഴിഞ്ഞേച്ച് പിന്നെ ഇടതുഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് തിരുവനന്തപുരം കൊല്ലം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം വളവനാട് അണ്ടർപാസിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു ഭാഗത്തൊക്കെ കുറേ കൂടി പണി പുരോഗമിച്ചിട്ടുണ്ട്. നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതിനേക്കായി വെച്ച് നോക്കുമ്പം കുറേ കൂടി മണ്ണ് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം രണ്ട് സൈഡിലും കുറേയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ആറി വാൾ ബ്ലോക്ക്, ചെറിയ ബ്ലോക്ക് കൊണ്ടുവന്ന് അടുക്കി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വളവനാട് ഭാഗത്ത്. ആലപ്പുഴ ജില്ലയിൽ KCC ബിൽക്കോൺ കരാറേറ്റെടുത്തിരിക്കുന്ന ഈ ഒരു റീച്ചിൽ കൂടുതൽ സ്ഥലത്തും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട്, അതായത് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് നികത്തുന്നത് കൂടുതലും വേമ്പനാട്ട് കായലിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തെടുത്തിട്ടുള്ള മണ്ണാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മൾ കൊല്ലത്തെയൊക്കെ വർക്ക് വെച്ച് ഈ ഒരു ഭാഗത്തെ താരതമ്യം ചെയ്ത് നോക്കുമ്പം ഇവിടെ അത്രയും വലിയ അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് മൈലക്കാട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തായിരുന്നു ആ ഒരു അപകടം ഉണ്ടായത്. നമുക്കിപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും അപകടം ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. കൂടുതലും ആലപ്പുഴ ജില്ലയിൽ ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത, അതേപോലെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ളത് എനിക്കെപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുള്ളത് തോട്ടപ്പള്ളി ഭാഗത്തായിട്ട് തന്നെ, നമ്മൾ തോട്ടപ്പള്ളി പാലം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴുള്ള സ്ഥലത്തായിട്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം പാലം കഴിഞ്ഞേച്ച് മുമ്പോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് അവർ ആറി വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ അവിടെ അതിൻ്റെ ബേസ് അത്രയും സ്ട്രോങ് അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൃപാസനം ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസ വരുന്നത്. അതിപ്പോൾ കഴിഞ്ഞ പോയ ഭാഗത്തായിട്ട് തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ പണിയും അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ ടോൾ പ്ലാസ വരുന്ന ഈ ഒരു കൃപാസനം കഴിഞ്ഞേച്ച് മുമ്പോട്ട് പോകുന്നിടത്ത് താണ്ട് ഇവിടെ നമുക്ക് ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് പോകുന്നത്. കൃപാസനം പള്ളി കഴിഞ്ഞു നേരെ മുമ്പോട്ട് കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട്. കൃപാസനം പള്ളിയെടുത്ത് എത്തുമ്പം വാഹനങ്ങൾ പതുക്കെ പോകാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും ആൾക്കാർ അവിടെ എപ്പോഴും തിരക്കുള്ളൊരു സ്ഥലമാണ്. എപ്പോഴും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്. രണ്ട് സെക്യൂരിറ്റി അവിടെ ഉണ്ട് തടഞ്ഞ് നിർത്തുന്നതിന് വേണ്ടിയിട്ട്. അഥവാ അങ്ങനെ അവരുടെ കണ്ണിൽ പെടാതെ നമ്മൾ ചാടി പോവുകയാണെങ്കിൽ ചിലപ്പം വേറെ ആൾക്കാർ പള്ളിയിൽ വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്, ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അവിടെ എത്തുമ്പോൾ കുറച്ച് പെയ്യെ പോകാൻ ശ്രമിക്കുക. നമ്മൾ കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് നടന്ന് കഴിഞ്ഞതാണ്. പിന്നെ വലിയ പണികൾ നടന്നിട്ടില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു അണ്ടർപാസിൻ്റെ സൈഡിനോട് ചേർന്ന് തന്നെ കുറേ ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണ് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ലെവൽ ചെയ്ത് എടുക്കണം. തൽക്കാലത്തേക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് തോന്നുന്നുണ്ട്. കലവൂർ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് പണികൾ നടക്കാനുണ്ട്. പഴയ റോഡ് വലതുഭാഗത്തു കൂടിയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ അത് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ ഇനി ചെറിയ വാൾ ബ്ലോക്ക് ഉയർത്തേണ്ട പണിയാണ്. അപ്പം അതിനു മുമ്പ് വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ചും കൂടെ വലതുഭാഗത്തായിട്ട് അവരിപ്പം മെറ്റിലിട്ട് നികത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. നേരെ ഇനി കലവൂർ അണ്ടർപാസ് കഴിഞ്ഞ് ഇനി വലിയ കലവൂർ അണ്ടർപാസിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറേ കൂടി ദൂരത്തായിട്ടാണ് വലിയ കലവൂർ അണ്ടർപാസ്. അതിനിടയ്ക്ക് നല്ല രീതിയിൽ തന്നെ പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. പിന്നെ കുറേ കൂടി നമ്മൾ മുമ്പോട്ട് വരുന്നിടത്തൊരു അവിടെയും ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് അവർ ഒരു മീഡിയൻ വരുന്ന ഭാഗത്തായിട്ട് തന്നെ അവരൊരു 2 തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ഒരു ഭാഗത്തായിട്ടും പുരോഗമിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം കാണാൻ പറ്റും. എനിക്ക് തോന്നിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും ഉള്ളതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ 2 സൈഡിലും നമ്മുടെ ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തേക്ക് വെള്ള പെയിൻ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് 2 ഭാഗത്തുമൊക്കെ ഈ ഒരു സ്ഥലത്തൊക്കെ ആയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു ഭാഗത്തെ പണികൾ ഏകദേശം
കഴിഞ്ഞ് കിടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ലൈൻ മാർക്കിങ് കാര്യങ്ങളൊക്കെയാണ് വരാനുള്ളത്. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായിട്ട് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞത് വലിയകലവൂർ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ്. ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുന്നത്. അത് കുറേ കൂടി നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എൻട്രി എക്സ് പോയിൻ്റ് വരുന്നിടത്തായിട്ട് നമുക്ക് രണ്ടിടത്തായിട്ട് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നത് ഇച്ചിരിയും കൂടെ ഈസി ആയിട്ട് ഇറങ്ങി പോകുന്നതിനും കയറി വരുന്നതിനും വേണ്ടിയിട്ടായിരിക്കണം. അതിന് നമുക്ക് ലൈൻ മാർക്കൊക്കെ കൊടുത്തു കഴിയുമ്പം കൃത്യമായിട്ട് നമുക്ക് ഏതുവഴിയാണ് ഇറങ്ങേണ്ടത്, ഏതുവഴിയാണ് കയറേണ്ടതെന്നുള്ളത് നമുക്ക് ഇനി കുറേ നാൾ കൂടി കഴിഞ്ഞേച്ച് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നേരെ നമ്മൾ പോവുകയാണ്. നമ്മളിപ്പം നേരെ വലിയകലവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ ചില വാഹനങ്ങളൊക്കെ ഇതുവഴിയൊക്കെ കയറി പോകുന്നുണ്ട്. ബൈക്കുകാരുമൊക്കെ ഇതുവഴി കയറി പോകുന്നത് കാണാൻ പറ്റും. അല്ലാതെ നമുക്കിപ്പോൾ രണ്ട് സൈഡിലെയും സർവീസ് റോഡ് വഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് തന്നെ പഴയ ഒരു പോസ്റ്റ് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ നേരെ മുകളിൽ തന്നെ പഴയ പോസ്റ്റ് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം അതിനി എടുത്ത് മാറ്റണം ഉള്ള പണികളുണ്ട്. ഇവിടെ പിന്നെ ഇടയ്ക്കായിട്ട് മീഡിയൻ വരുന്ന ഭാഗത്തായിട്ടുള്ള ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി പുരോഗമിക്കാനുണ്ട് ഈ ഒരു അണ്ടർപാസിൻ്റെ മുകളിലായിട്ട് തന്നെ. അപ്പോൾ ഇതാണ് വലിയകലവൂർ ഭാഗത്തെ കാഴ്ചകൾ. ഇനി നമ്മൾ നേരെ വരുന്നത് പാതിരപ്പള്ളി ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, രണ്ട് സൈഡിലുമായിട്ട് തന്നെ രണ്ടിടത്ത് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിടത്ത് എൻട്രി ആയിരിക്കും, ഒരിടത്ത് എക്സിറ്റും ആയിരിക്കും. അതിപ്പോൾ ഈസി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എവിടെ കൊടുക്കുന്നതെന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ പണികളൊക്കെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നേരെ പാതിരപ്പള്ളി ഭാഗത്തേക്കാണ് വരുന്നത്. പാതിരപ്പള്ളി ഭാഗത്തെ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ലെവലിന് തന്നെ അവർ മണ്ണടിച്ച് നികത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടോട്ട് എത്തുന്നിടം വരെയുള്ള ഭാഗത്തെ പണികൾ ഏകദേശമൊക്കെ എത്താണ്ട് ഇത്രത്തോളം കുറേ കഴിഞ്ഞ് കിടക്കുകയാണ്. ഒരു സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് പോലത്തെ ഈ സൈഡിലൊക്കെ ആയിട്ട് അപ്പം സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് പോസ്റ്റൊക്കെ രണ്ട് സൈഡിലും സ്ഥാപിച്ചിട്ടുണ്ട്. കുറേയൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. പിന്നെ പണികൾ ഈ ഒരു ഭാഗത്ത് പിന്നെ ക്രാഷ് ബാരിയറൊക്കെ കോൺക്രീറ്റ് ചെയ്ത് തീർക്കാനായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ബാക്കിയുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാതിരാപ്പള്ളി ഭാഗത്തെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലായിട്ട് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഇപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞ് കിടക്കുകയാണ്. ആദ്യം ഈ ഒരു ഭാഗത്തായിട്ടാണ് മണ്ണടിച്ച് എത്തി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ ഒരു ഭാഗത്തായിട്ടാണ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോഡ് കണക്കിന് GSB ഈ ഒരു ഭാഗത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം പാതിരാപ്പള്ളി ഭാഗത്തെ അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു സൈഡിൽ കഴിയാൻ പോവുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്തായിട്ട് തന്നെ ഡ്രഡ്ജ് ചെയ്ത് അടിച്ചിട്ടുള്ള മണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടുകൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ മണ്ണടിച്ച് നികത്തിയിട്ടുണ്ട്. നേരെ മുമ്പോട്ട് നമ്മളിങ്ങി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാപ്പള്ളി കഴിഞ്ഞ് പൂങ്കാവ് ഭാഗത്തേക്കാണ് വരുന്നത്. പിന്നെ അവിടെയാണ് അണ്ടർപാസ് ഉള്ളത്. അതിനിടയ്ക്കായിട്ട് വരുന്ന ഭാഗത്ത് മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ചുമന്ന മണ്ണ് കൊണ്ടുവന്നും അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പാതിരപ്പള്ളി കഴിഞ്ഞ് പൂങ്കാവ് അണ്ടർപാസിൻ്റെ അപ്പുറത്തോടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ട് തന്നെ ഗ്യാപ്പ് കിടപ്പുണ്ട്. എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഇവിടെയും നമുക്ക് കയറി ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ട് അവർ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടുതലായിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരെ മുമ്പോട്ട് വരികയാണ്. നമ്മൾ പാതിരപ്പള്ളി കഴിഞ്ഞ് പൂങ്കാവ് അണ്ടർപാസിൻ്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് ചുമന്ന മണ്ണ് കൊണ്ടുവന്നിട്ട് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിലായിട്ട് പണികൾ പുരോഗമിക്കാനുണ്ട്. നമുക്കിപ്പോൾ അവിടെ പഴയ റോഡ് അവിടെ ആ ഒരു സൈഡിലായിട്ടുണ്ട്. അതിനി പൊളിച്ച് മാറ്റി കളഞ്ഞിട്ട് വലതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടാലേ ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി പുരോഗമിക്കത്തുള്ളൂ. അപ്പം പൂങ്കാവ് പള്ളി കഴിഞ്ഞു, പൂങ്കാവ് അണ്ടർപാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി നമ്മൾ തുമ്പോളി ഭാഗത്തേക്കാണ് വരുന്നത്. തുമ്പോളി ഭാഗത്തുള്ള അണ്ടർപാസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. കൂടുതലും ഈ ഒരു ഭാഗത്തും ചുമന്ന മണ്ണാണ്. അതുകൊണ്ട് അവസാന ഘട്ടത്തിലോട്ട് ഈ ഒരു ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിൻ്റെ മുകളിലായിട്ട് തന്നെ GSB ഇട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നാളിന് മുമ്പേ ഇടതുവശത്ത് സർവീസ് റോഡ് ഇല്ലായിരുന്നു. അതുവഴിയായിരുന്നു
അതുവഴിയല്ലായിരുന്നു, നേരെ പഴയ റോഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 മാസത്തിനുള്ളിലാണ് ഇടതുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞ് അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം തുമ്പോളി ഭാഗത്തുള്ള അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് പഴയ റോഡ് ഈ ഒരു ഭാഗത്ത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. തുമ്പോളി അണ്ടർപാസ് കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് വരുന്നിടത്ത് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ആലപ്പുഴ ഭാഗത്ത് ഈ KCC ബിൽക്കോൺ കരാറേറ്റെടുത്തിരിക്കുന്ന റീജിൽ അണ്ടർപാസുകളുടെയൊക്കെ അകത്തൂടെ തന്നെ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാതയും കൂടെ സൈഡിലായിട്ട് വലിയ അണ്ടർപാസ് ആണെങ്കിൽ 2 സൈഡിലുമായിട്ട് തന്നെ അവരൊരു വേലി കെട്ടിയതുപോലെ ചെയ്തിട്ട് 2 സൈഡിലുമായിട്ടൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് നടന്നു പോകുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു വീഡിയോ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ നേരെ എത്തിയിരിക്കുകയാണ്, കൊമ്മാടി ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ കാര്യം നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പം നമുക്ക് സിഗ്നൽ ലൈറ്റുകളില്ല. നമ്മൾ കായംകുളം ഭാഗത്ത് നിന്ന് എറണാകുളം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ നേരത്തെ നിർത്തി ഇടണമായിരുന്നു വലത് ഭാഗത്ത്. ഇപ്പോൾ അത് വേണ്ട, നേരെ അങ്ങ് നമുക്ക് എറണാകുളം ഡയറക്ഷനിലോട്ട് പോകാം. പിന്നെ ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പോൾ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക. ആലപ്പുഴ നഗരത്തിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എറണാകുളം ഡയറക്ഷനിലോട്ട് പോകുമ്പം ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ആലപ്പുഴ ബൈപ്പാസിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്കിപ്പം കുറച്ച് ദൂരം കൂടെ ഉള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ആലപ്പുഴ ബൈപ്പാസിൽ പിന്നെ നമുക്കിപ്പം മറ്റുള്ള പണികളൊന്നും നടക്കുന്നില്ല. ഈ 2 എൻഡിലുമായിട്ട് തന്നെ ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറേ കൂടി പുരോഗമിച്ചിട്ടുണ്ട്. വലതുഭാഗത്ത് അവർ മണ്ണിട്ട് കുറേ കൂടി അവിടെ ഇച്ചിരി താഴ്ചയുള്ള ഭാഗമായിരുന്നു. അവരിപ്പം അവിടെയും മണ്ണിട്ട് ലെവൽ ചെയ്തിട്ട് ഇപ്പം GSB ഇട്ട് നികത്തി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് പണികൾ ഫാസ്റ്റ് ആയിട്ടുണ്ട്. വലതുഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണിയും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെയുള്ള കാഴ്ചകൾ. ഇനി നമുക്ക് ആ ഒരു അണ്ടർപാസിൻ്റെ വീഡിയോയും കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. മുമ്പോട്ട് നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൽ പിന്നെ വേറെ വലിയ പണിയൊന്നും നടക്കുന്നില്ല, അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും എടുക്കാത്തത്. പിന്നുള്ളത് കളർക്കോട് ഭാഗത്തായിട്ടാണ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തൊട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ അണ്ടർപാസുകളിൽ നമുക്ക് കാൽനട യാത്രക്കാർക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി. കണ്ടോ, 2 സൈഡിലുമായിട്ട് തന്നെ അണ്ടർപാസിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് പോകുന്നതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ അണ്ടർപാസ് ആണെങ്കിൽ ഒരു സൈഡിൽ മാത്രമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേർത്തല മുതൽ ആലപ്പുഴ ബൈപ്പാസ് വരെയുള്ള അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.